സുരേഷ് നോക്കൂ, ഇവിടെ ഇപ്പോ വലിയ രീതിയിൽ SDPI PDP പാർട്ടികളുടെ പിന്തുണ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ BJP പ്രതിനിധി ആദ്യഘട്ടത്തിൽ തന്നെ മറുപടി പറഞ്ഞു പോകുന്നുണ്ട്. പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞത് കോൺഗ്രസ് ആയാലും CPM ആയാലും അത് B ടീമാണ്, ഭയം മൂലമാണ് ഈ ഡീൽ ആരോപണം BJPക്കെതിരെ ഉന്നയിക്കുന്നത് എന്നതാണ്. A ടീം ഒന്നേ ഉള്ളൂ കേരളത്തിൽ, അത് BJP ആണ് എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വലിയ ചർച്ചയായി ഈ ഡീൽ ആരോപണം മാറുമ്പോൾ കൃത്യമായ മറുപടിയാണോ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്? നിങ്ങൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ഞങ്ങളതിനെ നോക്കിക്കാണുന്നത് ഇവിടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് BJPയുടെ പ്രതിനിധി, എന്റെ സഹ പാനലിസ്റ്റ് ഒരു കാര്യം, വളരെ പ്രസക്തമായ ഒരു കാര്യം മുന്നോട്ട് വെച്ചു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും ഏത് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത് എന്നതാണ് അദ്ദേഹം ചോദിച്ച ചോദ്യം. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് മുന്നോട്ട് വെക്കാൻ രാഷ്ട്രീയം ഇല്ലാഞ്ഞിട്ട് ആ രാഷ്ട്രീയ ദാരിദ്ര്യം അനുഭവിക്കുന്നത് കൊണ്ടാണ് ഡീൽ എന്ന പഴകിത്തേഞ്ഞ ആരോപണം അവർ മുന്നോട്ട് വെക്കുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം 1ഉം 2ഉം പിണറായി സർക്കാർ ഈ കേരളത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ മുദ്രാവാക്യം. അത് കേരളത്തിലെ വൻകിട പദ്ധതികൾ, ഇപ്പോ കേരളത്തിന്റെ ഖജനാവിൽ നിന്നും പണം എടുത്തു കൊടുത്ത് ഒരു ഘട്ടത്തിൽ നിർത്തിപ്പോയ ദേശീയപാത വികസനം യാഥാർത്ഥ്യമാക്കിയ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ, ഇന്ത്യക്ക് തന്നെ മാതൃകയായി ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ പൂർത്തീകരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ, വിഴിഞ്ഞം തുറമുഖം വളരെ കൃത്യതയോടുകൂടി സമയബന്ധിതമായി പൂർത്തീകരിച്ച കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ, ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി പൂർത്തീകരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി പൂർത്തീകരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. ഇത്തരത്തിലുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. ബൃഹത് പദ്ധതികൾ ഒരു വശത്ത്, മറുവശത്ത് കേരളത്തിലെ പെൻഷൻ ഗുണഭോക്താക്കളായിട്ടുള്ള അമ്മമാർ, സഹോദരിമാർ, പ്രിയപ്പെട്ടവർ, അവരുടെ പെൻഷൻ കൃത്യമായി അവരുടെ കൈകളിലേക്ക് 2000 രൂപ വെച്ച് പ്രതിമാസം എത്തിച്ചു കൊടുക്കുന്ന ഗവൺമെന്റ്, 5 ലക്ഷത്തിലധികം ആളുകൾക്ക് തലചായ്ക്കാൻ ഇടമുണ്ടാക്കി കൊടുത്ത ഗവൺമെന്റ്, 4 ലക്ഷത്തിലധികം ആളുകൾക്ക് അവരെ ഭൂമിയുടെ ഉടമസ്ഥ അവകാശരാക്കി മാറ്റിയ ഗവൺമെന്റ്, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 3 ലക്ഷത്തിലധികം വരുന്ന ചെറുപ്പക്കാരെ, യുവജനങ്ങളെ PSC മുഖാന്തരം ജോലിക്ക് കയറ്റി, അത് ഇന്ത്യയിൽ റെക്കോർഡാണ്. ഇത്തരത്തിൽ വളരെ കൃത്യമായി സാധാരണക്കാരനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, ഞാൻ എല്ലാം പറയാത്തത് മറ്റ് സഹ പാനലിസ്റ്റുകൾക്ക് ചർച്ചയിൽ പങ്കെടുക്കാനുള്ള അവസരം നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത്തരത്തിൽ സാധാരണക്കാരെ ബാധിക്കുന്ന പ്രശ്നങ്ങളും ബൃഹത് പദ്ധതികളും സമന്വയിപ്പിച്ച് ഗവൺമെന്റ് വളരെ കൃത്യമായിട്ടുള്ള വികസന നയം നടപ്പിലാക്കിയ ഒരു സംസ്ഥാനത്ത് നിന്ന് ആത്മാഭിമാനത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. ഞങ്ങൾ വോട്ട് ചോദിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഈ സംസ്ഥാനത്ത് നിന്ന് GST ഇനത്തിൽ തിരിച്ചു കൊണ്ടുപോയ പണം, ആ പണത്തിന്റെ വിഹിതത്തിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റിന് ഭരണസ്ഥിരാ കേന്ദ്രമായിട്ടുള്ള ഡൽഹിയിൽ കേരള മുഖ്യമന്ത്രിക്ക്, മന്ത്രിമാർക്ക്, MLA-മാർക്ക് സമരം ചെയ്യേണ്ടി വന്ന ഒരു ഗതികെട്ട കാലം കൂടിയായിരുന്നു ഈ കാലം എന്നുള്ളത് നാം ഓർക്കണം. അവിടെ പിന്നീട് കേരളത്തെ മാതൃകയാക്കി കർണാടക സർക്കാർ ഉൾപ്പെടെ അവിടെ ഇതേ രൂപത്തിൽ ഇതേ മാതൃകയിൽ സമരം ചെയ്യേണ്ടതായിട്ട് വന്നു. പിന്നെ ഇവിടെ നന്ദു പറഞ്ഞ BJPയുടെ പ്രതിനിധി പറഞ്ഞ ചില കാര്യങ്ങൾ, അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞിട്ട് വീറോടുകൂടി പറയുന്നത് കണ്ടു. ഞാൻ എന്തോ സംസ്ഥാന പ്രതിനിധിയാണ്, ഞാൻ പറയുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട. നന്ദു, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2022 ജമ്മു കാശ്മീരിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കുൽഗാം മണ്ഡലത്തിൽ അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് മുഹമ്മദ് യൂസഫ് തരിഗാമിയാണ്. ആ മുഹമ്മദ് യൂസഫ് തരിഗാമിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി BJP ജമാഅത്തെ ഇസ്ലാമി സംയുക്ത സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചിട്ടുള്ളത്. അപ്പോ നിങ്ങൾ ഈ പറയുന്ന രാജ്യദ്രോഹ ശക്തികളുടെ പിന്തുണ എവിടെയാണ് നിങ്ങൾ നേടിയത്? നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും രാഷ്ട്രീയ ആത്മാർത്ഥതയുണ്ടോ? വെറുതെ ഈ രൂപത്തിൽ വന്ന് ആർക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല, അത് ഗ്രഹിച്ചെടുക്കാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഞങ്ങൾ നടത്തുമ്പോൾ അത് പവിത്രവൽക്കരിക്കപ്പെട്ട കൂട്ടുകെട്ടുകൾ ഇവിടെ വന്നിട്ട് രാജ്യദ്രോഹ ശക്തികൾ എന്നൊക്കെ വീറോടെ വാദിക്കുമ്പോൾ ഈ കപട ദേശീയത മടക്കി അങ്ങ് പോക്കറ്റിൽ വെച്ചിരുന്നാൽ മതി കേട്ടോ. ഇത്തരത്തിൽ എല്ലാ കാലത്തും ഈ രാജ്യത്തെ വംശീയ രാജ്യദ്രോഹ ശക്തികളെ യഥാവിധി കാലത്തും സ്ഥാനത്തും അസ്ഥാനത്തും പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരാണ്
BJP. അതിനു മുൻപ് വളരെ പണ്ട് RSS ഈ പരിപാടി ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. എത്രയോ കാര്യങ്ങൾ, എത്രയോ സംഗതികൾ നമുക്ക് എടുത്തു പറയാൻ വേണ്ടി സാധിക്കും. പക്ഷേ സുരേഷ് നോക്കൂ, ഇവിടെ ഇപ്പൊ ജമാഅത്തെ UDF ബന്ധത്തിനെതിരെ പറഞ്ഞത് ആരാണ് എന്നൊരു ചോദ്യമുണ്ടല്ലോ. ആ പറഞ്ഞവർ എന്തുകൊണ്ടാണ് ഈ ഒരു ഘട്ടത്തിൽ പിന്നോട്ട് പോകുന്നത് എന്നൊരു ചോദ്യമുണ്ടല്ലോ. അവിടെ മറ്റ് ചില മണ്ഡലങ്ങളിൽ ഇപ്പോൾ ജമാഅത്തിന്റെ പിന്തുണ കിട്ടുന്നത് കൊണ്ടാണോ ആ പിൻവലിയൽ എന്നൊരു ചോദ്യം ഉയരുമല്ലോ. അല്ല, ഞങ്ങൾ ഒരു പിൻവലിയലും ഇക്കാര്യത്തിൽ നടത്തിയിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച്, SDPI കുറിച്ച്, RSSനെ കുറിച്ച് വളരെ കൃത്യമായി പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബി ഇന്നലെ ഇന്നുമായി ചില സ്റ്റേറ്റ്മെന്റുകൾ നടത്തിയിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ഈ സംസ്ഥാനത്തെ, ഈ രാജ്യത്തെ ഓരോ കമ്മ്യൂണിസ്റ്റ് സഖാക്കൾക്കും പൊതുവിൽ അതാണ് ഞങ്ങളുടെ അഭിപ്രായം, ഞങ്ങളുടെ തീരുമാനം, ഞങ്ങളുടെ അടിയുറച്ച നിലപാട്. ആ നിലപാടിനപ്പുറത്തേക്ക് ഒരു കാര്യവും പോയിട്ടില്ല. പിന്നെ ഇവിടെ BJP ഈ കേരളത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രേണുവയ്ക്ക് ഉൾപ്പെടെയുള്ള മുഴുവൻ മാധ്യമ പ്രവർത്തകർക്കും അറിയാം, അവർ മത്സരിക്കുന്നത് അവരുടെ ചടങ്ങ് നിർവഹിക്കൽ മാത്രമാണ് നടത്തിയിട്ടുള്ളത്. അവർ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ അവർക്ക് സ്ഥാനാർത്ഥികളെ, സഫീഷ്യന്റ് ആയിട്ടുള്ള സ്ഥാനാർത്ഥികളെ കിട്ടാത്തത്, അവർ ഏതെങ്കിലും രൂപത്തിൽ ഈ സംസ്ഥാനത്ത് ഒരു മത്സരം പോലും നടത്താൻ കെൽപ്പില്ലാതെ രാഷ്ട്രീയ ദുർബലത, ദൗർബല്യം നേരിടുന്നത്, അത് ആരുടെയെങ്കിലും ചുമലിൽ കൊണ്ട് ചാടാൻ ശ്രമിക്കുന്നത് അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ നോക്കൂ, എല്ലാ കാലത്തും കോൺഗ്രസുമായി വേണ്ടി ജനാധിപത്യ പ്രക്രിയയിൽ അവിശുദ്ധ രാഷ്ട്രീയ സഖ്യം കൂട്ടുകെട്ട് നടത്തിയിട്ടുണ്ട്. എത്രയോ ചരിത്രം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ആ ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. എത്രയെങ്കിലും ചരിത്രം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ തന്നെ മറ്റത്തൂരിൽ, അതുപോലെ തന്നെ എറണാകുളത്ത് പലയിടങ്ങളിലും, കേരളത്തിന്റെ പല ജില്ലകളിലും പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും BJP കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഭരണം നടത്തുന്നത്. അതിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാടി എന്നാണ് മറുപടി പറയുന്നത്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന് ഇതിനെ സംബന്ധിച്ച് യാതൊരുവിധ കാര്യവും പറയാനുള്ള ഗ്രാഹ്യവുമില്ല, അദ്ദേഹം ഇതൊന്നും പറയാറുമില്ല. മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഈ കാര്യങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സത്യസന്ധമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് ഇപ്പോൾ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കുന്ന നേമത്ത് പോലും അദ്ദേഹത്തെ വിളിച്ചിട്ട് അദ്ദേഹം ഉരുണ്ട് കളിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ ഞാൻ അത്തരം ഒരു ചർച്ചയിൽ പങ്കെടുക്കണമോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ശരി, എന്തായാലും ആ സംവാദം പ്രധാനമന്ത്രി വരുന്ന ദിവസം വെച്ചതുകൊണ്ട് അത് മനഃപൂർവ്വമാണ് എന്ന് പറയുന്നു. ഇപ്പോൾ എന്തായാലും VD സതീശൻ മറ്റൊരു സംവാദത്തിന് മുഖ്യമന്ത്രിയെ വിളിച്ചിട്ടുണ്ട്. സംവാദമാണ് നടക്കേണ്ടത്. അത് എങ്ങനെ പോകുമെന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഞാൻ താങ്കളിലേക്ക് രണ്ടാം ഘട്ടത്തിൽ തിരിച്ചെത്താം. സാങ്കേതിക പിഴവ് കൂടിയുണ്ട്. കാരണം SDPIയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി ഒഴിഞ്ഞു പോകുന്ന സാഹചര്യമുണ്ട്. ഞാൻ രണ്ടാം ഘട്ടത്തിൽ അതിലേക്ക് വരാം. കേൾക്കാമോ? മുഖ്യമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ആ ഡേറ്റ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖരന് തീരുമാനിക്കാമെന്ന് പ്രിയപ്പെട്ട കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, ആ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി, ഇവരുടെ അക്കൗണ്ട് പൂട്ടിച്ച നേതാവ് V. ശിവൻകുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന് അദ്ദേഹം കൃത്യമായ മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്ഡേറ്റ്. ശരി. എന്തായാലും ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയെ VD സതീശനും സംവാദത്തിന് വിളിച്ചിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. തൃത്താലയിൽ തുടങ്ങിയ ഈ സംവാദ വെല്ലുവിളികൾ ഇപ്പോഴും തുടരുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. ശ്രീ മുഹമ്മദ് ഷമ്മാസ്, നോക്കൂ, ഇവിടെ ഇപ്പോൾ പ്രധാനമന്ത്രി പാലക്കാട് BJP ഏറ്റവും സാധ്യത കൽപ്പിക്കുന്ന മണ്ഡലത്തിലേക്കാണ് എത്തിയത്. വലിയ രീതിയിൽ പ്രവർത്തകർക്ക് ആവേശം നൽകിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്ന് മടങ്ങിയിരിക്കുന്നത്. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോൺഗ്രസിനെതിരെ കടന്നാക്രമിക്കുന്ന മുഖ്യമന്ത്രിയാണ് നമ്മൾ കണ്ടത്. UPA സർക്കാർ നൽകിയതിനേക്കാൾ കൂടുതൽ സഹായം കേരളത്തിന് നൽകിയിട്ടുള്ളത് തങ്ങളാണ് എന്ന അവകാശവാദം ഉന്നയിക്കുന്നു. കോൺഗ്രസിനെ എല്ലാ തരത്തിലും ആക്രമിച്ചുകൊണ്ടുള്ള സമീപനം പ്രധാനമന്ത്രി അവിടെ സ്വീകരിക്കുകയും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.